ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? ഹായ് ഹലോ, ഐ ആം അർഷ മജീദ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാർ നമ്മളെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് പറയാൻ. അതുപോലെ തന്നെ അന്ന് ഞാൻ വീഡിയോ ലാസ്റ്റ് ചെയ്യുമ്പോൾ 217 പേരെ ഉണ്ടായുള്ളൂ. ഇപ്പോൾ 250 പരം പേര് നമ്മളെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇനിയും വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ ഇനിയും ഒരുപാട് പേരിൽ എത്തട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാരായാലും സ്റ്റുഡൻസ് ആയാലും എന്തെങ്കിലും സൈഡായിട്ടൊരു ഏണിങ്സ് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ അവർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ബിസിനസ് എന്നുള്ളത് പറഞ്ഞുതരാം. ചുരുക്കി പറയാം, ഒരുപാട് വീഡിയോയിൽ ഡെയിലി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ചടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞുതരാം. ഓൺലൈൻ ബിസിനസ് ആണ്, അത് റീസെല്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. ഞാനിടുന്ന പ്രൈസിൽ നിന്നും 100 200 നിങ്ങൾക്ക് കൂട്ടിയിട്ട് നിങ്ങളെ കസ്റ്റമർ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഏണിങ്സ് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എത്രയാണോ ഇട്ടിട്ടുള്ളത് എനിക്ക് അയച്ചു തന്നാൽ മാത്രം മതി. നിങ്ങളെ ഏണിങ്സ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഡെയിലി വരുമാനമാണ് നമ്മളതിൽ വരുന്നത്. അതുപോലെ തന്നെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നിങ്ങൾ ആരും മടിച്ചിരിക്കാതെ മുന്നോട്ട് പോര്. ഞാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക. അതിലൊന്ന് കയറിയിട്ട് മെസ്സേജ് അയക്കാൻ മതി കേട്ടോ. ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് ഒരു പ്രശ്നമാണ് ലിങ്കിൽ ജോയിൻ ആവാൻ കഴിയുന്നില്ല എന്ന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ജോയിൻ ആയാൽ നിങ്ങൾക്ക് ജോയിൻ ആവാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾ ജോയിൻ ആവുക. അപ്പം നിങ്ങൾക്ക് കയറാൻ കഴിയൂട്ടാ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് റീസെല്ലിംഗ് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാത്തവരുണ്ടാവും. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവൂട്ടാ. അതായത് ചുരുക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്, റീസെല്ലിംഗ് ഗ്രൂപ്പാണ്. അതിൽ റീസെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ ഡ്രസ്സ് ഞാൻ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ കാറ്റലോഗിൽ പ്രൈസും ഇടും. അപ്പോൾ ഞാനൊരു 1000 രൂപയാണ് ഒരു ഡ്രസ്സിന് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റമർ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടിട്ട് 1100 1200 നിങ്ങൾക്ക് കൂട്ടിയിട്ടിടാം. അപ്പോൾ എത്രയാണോ കൂട്ടുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇടുന്ന പ്രൈസ് മാത്രമേ എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് എത്രയാണ് നിങ്ങൾ മേടിക്കുന്നത് എന്നുള്ളത്. ഞങ്ങൾ 50 രൂപയാണ് ഷിപ്പിംഗ് വാങ്ങുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റിന് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അഥവാ നിങ്ങൾക്ക് ഒരു ഓർഡേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക ഈ ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത്. ആ സൈസിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റോക്ക് ഉണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങളെ കസ്റ്റമറെ അഡ്രസ്സ് അതുപോലെ തന്നെ അതിൻ്റെ ക്യാഷ് നിങ്ങളാണ് എനിക്ക് അയച്ചു തരേണ്ടത്. അവരെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട്, അതായത് നിങ്ങൾ എത്രയാണോ കൂട്ടുന്നത് അത് നിങ്ങൾ എടുക്കുക. ഞാനിടുന്ന പ്രൊഡക്റ്റിൻ്റെ പൈസ എനിക്ക് അയച്ചു തരിക. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും വിടുക. അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സ് വായിച്ചാൽ ഞാൻ സാധനം ഡിസ്പാച്ച് ആക്കി കൊടുക്കൂട്ടാ. അത് നേരിട്ട് കസ്റ്റമറിനെ പോകും. ഒരുപാട് കൂട്ടുകാരുടെ ഡൗട്ടാണ് ഞങ്ങൾക്ക് അയച്ചിട്ട് ഞങ്ങളാണോ അവർക്ക് ഡിസ്പാച്ച് ചെയ്യുക. ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളൊന്നും അറിയണ്ട. നിങ്ങൾ ഓർഡേഴ്സ് എടുത്താൽ മാത്രം മതി. നിങ്ങളെ ഏണിങ്സ് നിങ്ങൾക്ക് ഡെയിലി കിട്ടും. അതുപോലെ തന്നെ അവർക്ക് തന്നെ നേരിട്ട് സാധനം പോവുകയും ചെയ്യൂട്ടാ. നമ്മൾ ഡിസ്പാച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾ അതിൻ്റെ ട്രാക്ക് ID ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ കസ്റ്റമറിനെ നോക്കാൻ കഴിയൂട്ടാ സാധനം എവിടെ എത്തി എങ്ങനെയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കയറാം. അപ്പോൾ ഞാൻ ഒരുപാട് പേര് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കുക. അതിലൊന്ന് കയറിയിട്ട് ജോയിൻ ആയാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. ഡെയിലി എന്തെങ്കിലും ഒരു ഇൻകം വേണം എന്ന ആഗ്രഹമുള്ളവർ, അതായത് വീട്ടു ജോലിയൊക്കെ എടുത്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, ഹൗസ് വൈഫ് ആയിട്ട് ചെറിയ കുട്ടികളായതുകൊണ്ട് പുറത്തൊന്നും പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരും അതുപോലെ തന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ആരെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ. നമ്മളെ കീഴിൽ ഒരുപാട് പേര് ഇപ്പോൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി അവർക്ക് 5-6 ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് ഡെയിലി ഒരു 1000 രൂപ വരെ ഉണ്ടാക്കാൻ കഴിയൂട്ടാ. ഇതിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ സക്സസ് ആവാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഞാനിടുന്ന എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കാൻ നോക്കുക. അതായത് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഗ്രൂപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാതും കൊണ്ടുപോയിട്ട് ഇടാൻ കഴിയും. മറ്റേത് സ്റ്റാറ്റസ് ആകുമ്പോൾ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാവും. ഗ്രൂപ്പ് ആകുമ്പോൾ നിങ്ങൾ അവർ ലെഫ്റ്റായി പോകുമെന്നുള്ളൊരു പേടി ഉണ്ടാവും. അതായത് നിങ്ങൾ ഗ്രൂപ്പിൽ എപ്പോഴും വേണം പറയാനേ. ഗ്രൂപ്പിന്റെ സെറ്റിംഗ്സ് എടുത്താൽ അതിൽ മീഡിയ വിസിറ്റിലിറ്റി നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മാത്രമേ ആ ഡ്രസ്സ് കാണാൻ കഴിയുള്ളൂ. അത് ഗാലറിയിൽ പോകില്ല. അപ്പൊ നമുക്ക് ഒരു ഫോൺ ഹാങ്ങിന്റെ പ്രശ്നം ഒഴിവാക്കാം. മറ്റേത് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും നമ്മളെ ഗ്രൂപ്പിൽ നിൽക്കണം എന്നൊന്നുമില്ല. അവരെ ഇഷ്ടമല്ലേ. ഒരുപാട് പേര് ലെഫ്റ്റ് ആവും. ആരും പിടിച്ച് വെക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഗ്രൂപ്പിന്റെ ലിങ്ക് തന്നെ ആ ഗ്രൂപ്പിൽ കൊണ്ട് ഷെയർ ആക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടാന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇടുക. അതിപ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ കസ്റ്റമേഴ്സിനൊക്കെ.
പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് ഇഷ്ടമായ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് വരും. അത് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 1000 രൂപത്തിന്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ഒരു ടെൻഷനും ഇല്ല, വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവർക്ക് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലും വേണമെങ്കിൽ ചുരുക്കി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിൽ ചോദിക്കാം കേട്ടോ. കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുക, അതുവഴി കയറിയാൽ എന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും വോയിസ് ആയിട്ട് ചോദിക്കുക. ഒരുപാട് പേര് കോൾ ആക്കുന്നുണ്ട്. കോൾ ആക്കുമ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോൾ വരുന്നത്, അപ്പോൾ ആരും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റൂല. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും വാട്സപ്പിൽ വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ അയച്ചാൽ ഞാൻ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം, ഞാൻ നിങ്ങൾ ചോദിച്ച ഉടനെ തന്നെ എൻ്റെ റീപ്ലൈ കിട്ടാറുണ്ട്. അഥവാ എന്തെങ്കിലും നമുക്ക് ഇതിൽ തിരക്കാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഡിലേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ആക്കാൻ നോക്കുക കേട്ടോ. ഒരുപാട് കൂട്ടുകാർ അതുപോലെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞങ്ങൾക്ക് പോസ്റ്റ് ആക്കി കൂടെ എന്നുള്ളത്. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമും ഉപയോഗിക്കാം, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓർഡർ എടുക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ടോ അത്ര നിങ്ങൾക്ക് ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. സ്റ്റുഡൻസിനായിക്കോട്ടെ അതുപോലെ വീട്ടമ്മമാർക്കൊക്കെ അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഒരുപാട് വീട്ടമ്മമാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് നല്ല നല്ല മെസ്സേജ് നമുക്ക് അയക്കാറുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ട് വോയിസ് അയക്കും, നിങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇത്രയും ഒരു ചെറിയ ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പൈസ കിട്ടുന്നത്, നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഇന്നലെ ലക്ഷദ്വീപ് എന്നൊരു മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു എല്ലാം കൂടെ ഒത്തു വന്നത്. അപ്പോൾ ഞങ്ങളിതിൽ തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി അതുപോലെ ചെയ്യണം, എന്തെങ്കിലും വരുമാനം കിട്ടണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ആയിക്കോളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലോ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇതുപോലെ ഏണിങ്സ് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടാ. പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, നിങ്ങൾ അബായ ചെയ്യുന്നില്ല എന്നുള്ളത്. അബായ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ അപ്ഡേഷൻ ചെയ്യുന്നില്ല അബായൻ്റെ. അതായത് അബായ കസ്റ്റമൈസ്ഡാണ്. അപ്പോൾ കസ്റ്റമർ പറയുന്ന മോഡലിലും നീളത്തിലും വീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതായത് നിങ്ങളൊരു പിക്ചർ അയച്ചു തരികയാണ്, ഇതുപോലെ നിങ്ങൾ ചെയ്യുമെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അധികം അപ്ഡേഷൻ ചെയ്യാത്തത്. അബായ നമ്മൾ ചെയ്യുന്നുള്ളതാട്ടോ. അതുപോലെ നമ്മളടുത്ത് റെഡി സ്റ്റോക്ക് ഉള്ളത്, അതുപോലെ സ്റ്റോക്ക് ഐറ്റംസ് ഉള്ളത് ഞാൻ പോസ്റ്റ് ആക്കാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം തന്നെ സാധനം ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുക. കസ്റ്റമൈസ് ആകുമ്പോൾ 10 days പിടിക്കൂട്ടാ കസ്റ്റമർ കയ്യിൽ കിട്ടാൻ. അതായത് ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ കഴിയുമ്പോൾ 10 days പിടിക്കും. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ കസ്റ്റമറോട് പറയൂ കേട്ടോ. പിന്നെ അടുത്ത ഡൗട്ട് എന്നുള്ളത് ഷിപ്പിംഗ് ചാർജ് എത്രയാണെന്നുള്ളതാണ്. ഷിപ്പിംഗ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഷിപ്പിംഗ് വരുന്നത് പോസ്റ്റലും TTDCയും വരുന്നത് 50 രൂപയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ചില പ്രൊഡക്റ്റിന് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പ്രൊഡക്റ്റിൻ്റെ ഓരോരോ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ ഷിപ്പിംഗ് വാങ്ങുന്നത്. അതൊക്കെ അങ്ങനെ. പിന്നെ TTDCയും പോസ്റ്റുമാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ, കൊറിയർ അയക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് തന്നെ സാധനം അയക്കോ, പിന്നെ നിങ്ങൾ അറിയുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ എന്താ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് ചെയ്യാം. ഞാൻ 5 year ആയി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ ക്യാഷും അഡ്രസ്സും അയച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 3 മണിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ക്യാഷും അഡ്രസ്സും അയക്കുന്നതെങ്കിൽ നമ്മൾ സാധനം അന്ന് തന്നെ ഡിസ്പാച്ച് ആക്കും. അപ്പോൾ അതിൻ്റെ ട്രാക്ക് ID നിങ്ങളെ ഏൽപ്പിക്കും. അപ്പോൾ ട്രാക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. ഗൂഗിളിൽ നോക്കിയാൽ സാധനം എവിടെ എത്തി എങ്ങനെ എത്തി എന്നൊക്കെ. അപ്പോൾ നമ്മൾ ആരും പറ്റിക്കൊന്നുമല്ല, നല്ല ജെന്യൂൻ ആയിട്ട് തന്നെയായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറേ കൂട്ടുകാർ ഡൗട്ട് ഇതാണ്, റിട്ടേൺ ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. റിട്ടേൺ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഞങ്ങളെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ ഏത് കസ്റ്റമറിലായിക്കോട്ടെ, ആർക്കായാലും കുഴപ്പമില്ല, നിങ്ങളെ റിലേറ്റീവിനായാലും നിങ്ങളെ വീട്ടിൽ കാണുന്നുണ്ടെങ്കിലും എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ കാട്ടുന്നത്, ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ. അതായത് ഞങ്ങളെ പാക്ക് പൊളിക്കുന്നതിന് മുമ്പ് അതിന്മേൽ കൊടുത്തുള്ള അഡ്രസ്സ് ആദ്യം ഒന്ന് കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കുക. എന്നിട്ട് ഒരാളെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിക്കുക കേട്ടോ. നിങ്ങൾ തന്നെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ പാക്ക് ഒരു കത്രിക വെച്ചിട്ട് കീറിയിട്ട് അതിന് ഡ്രസ്സ് എടുക്കുക. അതിന് മൊത്തം നിവർത്തിയിട്ട്, വീഡിയോ എത്ര ലെങ്ത് ആയിക്കോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല, നല്ല പ്രോപ്പറായുള്ള വീഡിയോ ആവണമെന്ന് മാത്രം. അത് നിവർത്തിയിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക്, ഡ്രസ്സ് കീറുക അല്ലെങ്കിൽ തുന്നിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ഇല്ലാതാവുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കറക്റ്റ് ആ വീഡിയോയിൽ അത് കാണിച്ചിട്ട് ഞങ്ങളെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിട്ടേൺ ഓപ്ഷൻസ് തരും കേട്ടോ. റിട്ടേൺ ആയിട്ട് നിങ്ങൾ ഡ്രസ്സ് വേറെ അയച്ചു തരും. പക്ഷെ അങ്ങനെയൊന്നും ഇഷ്യൂസ് വരില്ല. പക്ഷെ ഞങ്ങൾ എന്നാലും അത്രയും പ്രോപ്പറായിട്ട് പറയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാട്ടോ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അബദ്ധം പറ്റുകയാണെങ്കിൽ, അതല്ല സൈസ് ഇഷ്യൂനൊന്നും നമ്മൾ റിട്ടേൺ ഓപ്ഷൻസ് കൊടുക്കൂല. നിങ്ങൾ പറഞ്ഞ എന്തേ സൈസ് തന്നെയാവും നമ്മൾ അയച്ചിരിക്കുക കേട്ടോ. അപ്പോൾ XL ചില ആളുകൾ XXL ഇടുന്നവർ XL ഓർഡർ ആക്കിയിട്ട് പറയും, എനിക്ക് ഞാൻ അറിയാതെ ചെയ്തതാണ്, മറന്നതാണ് നിങ്ങളോട് പറയാൻ, ഞാൻ XXL ആയിരുന്നു ഇടുക, XL മാറിപ്പോയത്. പക്ഷെ അതൊന്നും നമ്മളൊരു എക്സ്ക്യൂസ് അല്ലല്ലോ. അപ്പോൾ അതിനൊന്നും നമ്മൾ റിട്ടേൺ ഓപ്ഷൻസ് കൊടുക്കൂല. നമ്മൾ റിട്ടേൺ കൊടുക്കൽ ഈ ഒരു കാര്യത്തിന് മാത്രമാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ മക്കളുണ്ട്, അപ്പോൾ ഒന്ന് കാര്യമാക്കണ്ട, അവരിപ്പോൾ സ്കൂളിൽ വന്നതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അലമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇട്ടാ റിട്ടേൺ ഓപ്ഷൻസിൻ്റെ. അതായത് നിങ്ങൾ ചൂസ് ചെയ്ത സൈസ് തന്നെ നിങ്ങളിത് പറയാൻ നോക്കുക.
അങ്ങനെ വേണം കേട്ടോ ശ്രദ്ധിക്കാൻ. അപ്പോൾ സൈസ് ഇഷ്യൂവിനൊന്നും റിട്ടേൺ ഇല്ല, ഈ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ. അത് പ്രോപ്പറായ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ആ വീഡിയോയിൽ കണ്ടാൽ മാത്രമേ ഞങ്ങൾ റിട്ടേൺ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് റിട്ടേണിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ TTDC പോസ്റ്റ് നമ്മൾ അയക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ഏതൊരു കസ്റ്റമറേക്ക് ഒന്ന് ഓർഡർ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള അവരെ എല്ലാ ഡീറ്റെയിൽസും വാങ്ങുക. അതായത് ഒരുപാട് പേര് അഡ്രസ്സ് ഇട്ട് പോകും, അതിൽ നമ്പർ ഉണ്ടാവില്ല, സൈസ് ഉണ്ടാവില്ല, പിൻകോഡ് ഉണ്ടാവില്ല. അത് ചോദിച്ച് പിന്നെ ഞാനൊന്ന് പോകുമ്പോഴത്തേനും അവർ ഓൺലൈനിൽ ഉണ്ടാവില്ല, സാധനം അവിടെ സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ അതാ പറയുന്നത്, എപ്പോൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ അവരോട് ആദ്യം ചോദിക്കേണ്ട TTDC ആണോ പോസ്റ്റ് ആണോ അയക്കേണ്ടതെന്ന് ചോദിക്കുക. പിന്നെ നെയിം ചോദിക്കണം, അഡ്രസ്സ്, പിൻകോഡ്, പ്ലേസ്, മൊബൈൽ നമ്പർ, സൈസ് ഏതാന്നുള്ളതും പ്രത്യേകം ചോദിക്കണം. പിന്നെ ഫ്രം അഡ്രസ്സിൽ നിങ്ങൾ ആരാണോ ഓർഡർ എടുക്കുന്നത് അവരുടെ പേരും അവരെ നമ്പറും കൂടെ തരണം കേട്ടോ. അതെല്ലാം നിങ്ങൾ തരാൻ മറന്നതൊക്കെ ഞാൻ എൻ്റെ തന്നെ കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു പോകുമ്പോൾ അവർ ഓൺലൈനിൽ ഉണ്ടാവില്ല, പിന്നെ ആ ടൈം അവിടെ പോകണം. ഒരുപാട് പേർക്ക് റീപ്ലൈ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനെന്നുള്ളത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അത് മെയിൻ ആക്കാതെ ക്യാഷ് അയച്ചു പോകുന്നവരുണ്ട്, അഡ്രസ്സ് അയക്കാതെ ക്യാഷ് അയച്ചു പോകുന്നത്, പിറ്റേന്നാണ് അഡ്രസ്സൊക്കെ അയക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ജെന്യൂൻ ആയിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവാനും അതുപോലെ തന്നെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനും കഴിയും കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഒരുപാട് പേർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് പിന്നെന്താ ലിങ്കിൽ ജോയിൻ ആവാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ജോയിൻ ആവാൻ കഴിയും കേട്ടോ. ആദ്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ജോയിൻ ആവുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കയറാൻ കഴിയും. പിന്നെ എന്ത് ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നാൽ എന്നോട് ചോദിക്കാം, എല്ലാം ഞാൻ ക്ലിയർ ആക്കി തരും കേട്ടോ. പിന്നെ കോൾ ആക്കാൻ ശ്രമിക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോൾ നിൽക്കാൻ വരുന്നുണ്ട്. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് കോൾ ആക്കരുത്, ബുദ്ധിമുട്ടാണ്. ഡ്രസ്സിൻ്റെ റീപ്ലൈ കൊടുക്കണം, ഡിസ്പാച്ചിൻ്റെ കാര്യങ്ങളും ട്രാക്ക് ID ഒക്കെ കൂടി എടുക്കുമ്പോൾ അതിനിടയിൽ കൂടി കോളും കൂടെ വരുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതാണ് പറഞ്ഞത്, എപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കാൻ റീപ്ലൈ തരും. ഞാൻ റീപ്ലൈ തരാൻ വൈകിയാലും നിങ്ങൾ ഓരോരുത്തർ കാണാൻ ഇങ്ങനെ വാട്സപ്പ് കോളായിട്ട് സാധാ കോളായിട്ടൊക്കെ ചെയ്യുന്നത്, അത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ എങ്ങനെയായാലും എത്ര വൈകിയാലും റീപ്ലൈ തന്നിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം വാട്സപ്പിൽ തന്നെ മെസ്സേജ് ആക്കാൻ നോക്കുക കേട്ടോ. ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കയറിയിട്ട് മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ. ഒരുപാട് പേര് നല്ല നല്ല ഇത് പറയുന്നുണ്ട്, നമുക്ക് എന്നും കമൻറ്റിലും മെസ്സേജിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കൂട്ടുകാർക്ക് ഒന്നുമില്ലാതെ ഒരു ഏണിങ്സ് പോലും ഉണ്ടാക്കാൻ വയ്യ, അത്രയും കാലം ഉണ്ടാക്കാതെ ഇപ്പോൾ പ്രായമായതിനു ശേഷമാണ് ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാവും നിങ്ങളെ കയ്യിൽ നിന്നാന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജ് ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഹാപ്പിനെസ് മൂമെന്റ്സ് ഒക്കെ നമ്മൾക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഇതുപോലെ കയറണം ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളൂ. ലിങ്ക് ഞാൻ കമന്റിൽ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് കയറിയിട്ട് ജോയിൻ ആയാൽ മതി കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് അറിയാത്തവർക്ക് ഞാൻ എന്തായാലും പറഞ്ഞുതരും. ഇനിയും അത് അറിയാതെ തന്നെ മടിച്ചിരിക്കാതെ ഒന്നും വിചാരിക്കേണ്ട, നിങ്ങളോട് തന്നെ ചോദിച്ചാൽ ചടപ്പുണ്ടോ ഒന്നും വിചാരിക്കേണ്ട. എന്ത് ഡൗട്ടാണെങ്കിലും എന്താണെങ്കിലും ക്ലിയർ ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി. കൂടുതലായിട്ടെല്ലാം ഞാൻ പറഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.